പാർട്ടി തെറ്റ് ചെയ്യുന്നവരുടെ പാർട്ടിയല്ല. പാർട്ടിയിൽ തിരുത്തൽ രേഖ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തതയുള്ള ഒരു പാർട്ടിയാണ് നമ്മുടേത്. നമ്മുടെ പാർട്ടി വ്യത്യസ്തതയുള്ള പാർട്ടിയാവുന്നത് നമ്മുടെ പാർട്ടിക്ക് ഒരു ലക്ഷ്യബോധമുള്ളതുകൊണ്ടാണ്. ആർക്കും സംശയം ഉണ്ടാവരുത്, ഈ പാർട്ടി ഉടമസ്ഥന്മാരുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ ഉടമസ്ഥന്മാർ എൻ്റെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ പാർട്ടിയാണ്. അവരുടെ പാർട്ടിയാകുമ്പോൾ ആ പാർട്ടി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം പാവപ്പെട്ടൊരു മനുഷ്യർക്ക് നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായി, പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമായി ഈ പാർട്ടിയെ ജനങ്ങളുടെ മുന്നിൽ അവർക്കതിനെ ഡിഫെൻഡ് ചെയ്യണം, പ്രതിരോധിക്കണം. പാർട്ടിയെ തെരുവിൽ വർഗ ശത്രുക്കൾ ആക്രമിക്കുന്ന സമയത്ത് ഈ പാർട്ടിയെ പാവപ്പെട്ട സഖാവിന് പ്രതിരോധിച്ച് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എപ്പോഴും ആ ജാഗ്രത പുലർത്തണം. എൻ്റെ പ്രവർത്തനം കൊണ്ട് പാർട്ടിക്ക് ദോഷം ഉണ്ടാവരുത്. നമ്മുടെ താഴെ സഖാക്കൾക്ക് പാർട്ടിയെ പ്രതിരോധിക്കാൻ വിഷമം ഉണ്ടാവരുത്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി ബൂർഷ്വാ സമൂഹത്തിൽ ജീവിക്കുക. നാം ജീവിക്കുന്ന സമൂഹം മുതലാളിത്ത സമൂഹമാണ്. ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ തകരാറുകൾ പാർട്ടിയിലേക്കും വരാം. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ആ തകരാറ് പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ആ സമൂഹത്തിൻ്റെ തകരാറ് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ തിരുത്തിക്കണം. അതിൻ്റെ ഭാഗമായി വരുന്ന പെശക. അല്ലാതെ പാർട്ടിക്കകത്ത് പാർട്ടി ഇങ്ങനെ രാവിലെ തെറ്റ് ചെയ്യാം, ഉച്ചയ്ക്ക് തിരുത്തുക, വൈകുന്നേരം തെറ്റ് ചെയ്യാം, രാത്രി തിരുത്തുക, അങ്ങനെ വിചാരിക്കരുത്. തെറ്റിന് സാധ്യതയുള്ള ഒരു സമൂഹത്തിൽ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നു ചേരാനിടയുള്ള തകരാറുകളെ സംബന്ധിച്ച് നിരന്തരം അവരെ ജാഗ്രതപ്പെടുത്തി അത്തരം ആപത്തുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള നിലയിലാണ് നമ്മൾ തെറ്റുതിരുത്തൽ രേഖയിൽ നമ്മുടെ പാർട്ടിയിലുണ്ട്. നിരന്തരമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. കമ്മ്യൂണിസ്റ്റ് ദിവസം രാവിലെ 2 തെറ്റ് ചെയ്യുക, 3 ദിവസം തിരുത്തുക, അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ വൈകല്യങ്ങൾ വരാതിരിക്കാനുള്ള ജാഗ്രതയിലേക്ക് സഖാക്കളെ കൊണ്ടുപോകാനാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ നമ്മളെ ശ്രമം എന്താ? അയാൾ ശരിയാക്കലാണ്, തെറ്റു തിരുത്തിക്കലാണ്. ഇപ്പോൾ ശശിയെക്കുറിച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ PK ശശിയുടെ പേരിൽ എത്ര നടപടി എടുത്തു? 6 നടപടിയായിട്ട് എടുത്തു. എനിക്കറിയാം, ഞാൻ അതിൻ്റെ അധികം തോന്നി. അപ്പോൾ സംഗതി എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ 6 നടപടി എടുത്തു പറഞ്ഞാൽ എന്താ? തെറ്റു തിരുത്തൽ പ്രക്രിയ കൂടിയാണ് ഈ പോക്ക് മുഴുവൻ. തെറ്റു തിരുത്തൽ പ്രക്രിയ കൂടിയാണ് പോയത്. പക്ഷെ 1/2 നൂറ്റാണ്ടായിട്ടും തെറ്റ് തിരുത്താൻ അറിയാത്ത ഒരാളാണെങ്കിൽ പിന്നെ അയാൾക്കുള്ളൊരു സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, UDF പോലെയുള്ള വിരുദ്ധന്മാരുടെ സ്ഥലമാണ്. അവിടെ സ്ഥിരമായിട്ട് അങ്ങനെ പോവാം. അവർക്കുള്ള സ്ഥലം അതാ, അല്ലെങ്കിൽ മറ്റൊന്നാണ്, അല്ലെങ്കിൽ വർഗ ശത്രുവിൻ്റെ സ്ഥലമാണ്. UDF ഒന്നും കൂട്ടുണ്ടാവും, ഏത് പാർട്ടിയാണ് നമുക്ക് പറയാൻ പറ്റില്ല. വർഗ ശത്രുവിൻ്റെ സ്ഥലത്ത് അവർ ചെന്നെത്തും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെ ഇപ്പോൾ പല വിഷയം സംഭവിച്ചു എന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ചോദിക്കാമല്ലോ, എന്നാൽ പിന്നെ എന്തെങ്കിലും ഇയാളോട് നിന്നു. സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ശ്രമിക്കുക എന്താ? നമ്മൾ ഒരാളെയും തകരാറാക്കിയത് കണ്ട് ഒഴിവാക്കുക. ഒരാൾ നീ വേട്ടവിടെ അതൊന്നും പാർട്ടിയിൽ കിട്ടോ. പാർട്ടി എപ്പോഴും നോക്കും ഇദ്ദേഹത്തെ തിരുത്തിച്ച് നമുക്ക് നമ്മുടെ പാർട്ടിക്ക് മുതൽക്കൂട്ടാക്കാവുന്ന ഒരു പ്രവർത്തനം നടത്താനാകും. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ കഥാപാത്രത്തിന് അങ്ങനെ ഒരിക്കലും പറ്റില്ല എന്ന് അദ്ദേഹം ഈ മണ്ണാർക്കാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഉണ്ടായ സംഭവം.